675cc വണ്ടിയുടെ ഒരു ലുക്കൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ S1000RR. അതായത് നൈസ് വൈസറൊക്കെ ബബിൾ വൈസറൊക്കെ വെച്ചിട്ട് നൈസ് മോഡിഫൈ ചെയ്തതിനെ കണ്ട പക്ക ഒരു S1000RRന്റെ ലുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ വരും കേട്ടോ. അപ്പം കുമ്പാരി അപ്പം മനസ്സിലായ അതേപോലത്തെ ഒരു ബൈക്കാണ്ട. അപ്പൊ ഞാൻ ഇതേപോലത്തെ ഒരു ബൈക്കിന്റെ ഒരു എന്റെ ടൈപ്പ് ഇതല്ല, എന്റെ ഒരു സ്ട്രീറ്റ് നൈക്ക് ടൈപ്പാണ്. പക്ഷെ ഇതേപോലത്തെ വണ്ടികൾ ഞാൻ അങ്ങനെ ഓടിക്കുമ്പോഴേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇത് ഓടിച്ചിട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയാണ് കേട്ടോ. എന്റെ മനസ്സ് പതിയെ മാറി തുടങ്ങി എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അച്ചു അപ്പൊ ഇന്ത്യയിലേക്ക് കുറച്ച് ബൈക്ക് ഇറങ്ങിയിട്ട് തോറ്റുപോയ ഒരു CF മോട്ടോറിനെ നമുക്കറിയാം കേട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടാണ് CF മോട്ടോ കുറച്ച് ബൈക്ക് ഇറക്കിയിട്ട് അത് ക്ലിയറൻസ് സെയിലിൽ കൂടി വിറ്റുപോയ ഒരു ബ്രാൻഡാണ് CF മോട്ടോ. പക്ഷേ അവർ ആ വണ്ടി ഫെയിലറായിട്ട് വിറ്റ് പോയതാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് അവർ സ്റ്റഡി ചെയ്താണെന്നൊരു സംശയമുണ്ട്. പക്ഷേ വിദേശത്തൊക്കെ CF മോട്ടോ കാണിച്ചു വെച്ചേക്കുന്നത് ഇതേപോലത്തെ വേഷം കെട്ടുകളാണ്. അതായത് ഇതേപോലത്തെ കരിച്ച വേഷം കെട്ടുകളാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേഷം കെട്ട് വണ്ടിനെ പറ്റി രണ്ട് വർത്തമാനം സംസാരിക്കാം. നമ്മുടെ 675 SRR, അത് SRR എന്നാണ്, പക്ഷേ SRR എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യണം കേട്ടോ. അതായത് ഒരു പക്ക മിഡിൽ വെയ്റ്റ്, കുറച്ച് ടീമുകളുണ്ട് CF മോട്ടോ ആയിട്ട്. അപ്പോൾ പക്ക ഒരു മിഡിൽ വെയ്റ്റ് സ്പോർട്സ് ബൈക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. 675cc ഇൻലൈൻ 3, ഒരു 95 bhp 17 ടോക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പക്ക ഒരു ടൂളാണ്. അതേ കേട്ട് നോക്ക് നിങ്ങൾ. നിരവധി ഉണ്ട് പറയാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടന്നാലാ. അപ്പോൾ ലുക്സിൻ്റെ സീനിലേക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ, സാധാരണക്കാരൻ്റെ S1000RR അതാണ് എൻ്റെ കൺസെപ്റ്റിൽ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു, ചൈനീസ് ബൈക്കാണല്ലോ CF മോട്ടോ. അപ്പം അവർ ഏറ്റവും പുതിയ ടെക്നോളജി കൊണ്ടുവരാനാണ് ഇപ്പം നമുക്ക് റീസെൻ്റ്ലി നമുക്കറിയാം. അവർ ഏറ്റവും പുതിയത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിക്ക് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സ്പോർട്സ് ബൈക്കിനേക്കാളും ഉപരി ഒരു സൂപ്പർ സ്പോർട്ടിലേക്കുള്ളൊരു ഈ ഡിസൈനൊക്കെ നോക്കി, ഒരു സൂപ്പർ സ്പോർട്ടിലേക്കുള്ള ഒരു എൻട്രി ടിക്കറ്റ് ആണ്ട ടൈല് നോക്കി, ഒരു ചന്ദ്രനെ പോലെ. പക്ഷേ അനാവശ്യമാണ്, പക്ഷേ ആവശ്യമാണ് അങ്ങനെ. അപ്പം ഫുഡ് പെഗൊക്കെ ഇത്തിരി ബാക്ക് സെറ്റാണ്ട ഫുഡ് പെഗൊക്കെ നമുക്കൊരു കമ്മിറ്റഡ് പൊസിഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ഭയങ്കര ടാങ്കിലോട്ട് ടഗ്ഗിൻ ചെയ്ത് ഇങ്ങനെ കുഴിയിലേക്കാണ് നമുക്ക് ഇരിക്കുന്ന പോലെ തോന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ബാക്കിലേക്കുള്ള ഫുഡ് ഡ്രസ് കാരണം ഭയങ്കര സ്പോർട്ടിയാണ്, ഭയങ്കര അഗ്രസീവായിട്ടാണ് റൈഡിങ് പൊസിഷൻ നിൽക്കണേണ്ട. പിന്നെ ഈ വണ്ടിക്ക് സ്റ്റോക്ക് വന്നേക്കണ തന്നെ CF മോട്ടോൻ്റെ ഒരു സ്പീഡ് ആമ്പറൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ, നിരവധി അനേകം കാര്യങ്ങൾ പറയാണ്ട് ഈ വണ്ടീനെ പറ്റി. അതിലൊരു കാര്യമാണ് മച്ചു ബ്രേക്കിംഗ് കൂളിംഗ് സിസ്റ്റം. ഞാൻ അങ്ങനെ വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കുറവായിരിക്കാം. ബ്രേക്കിംഗ് സിസ്റ്റം കൂൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എയർ ഇൻടേക്ക് അധികം വണ്ടികളിൽ കുമ്പാരി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് കാലിബേഴ്സൊക്കെ പറഞ്ഞാൽ ജേജുവാൻ്റെ ആണ്, ചൈനീസാണ്. അപ്പോൾ നമ്മൾ സാധാരണ സിനും ബ്രെമ്പോക്കെയാണ് കാണുന്നത്, പക്ഷേ സംതിങ് ഡിഫറെൻ്റ് ആണ് അവർ കൊണ്ടുവന്നേക്കണ്ട. ജേജുവാൻ പിന്നെ KYBയുടെ സസ്പെൻഷൻസൊക്കെയാണ് മച്ചു. അപ്പോൾ 675cc ഈ എൻജിൻ കോൺഫിഗറേഷൻ നമ്മൾ പല ബൈക്കിലും കണ്ടിട്ടുണ്ട്. അത് ട്രയംഫിലും ഡയറ്റോണിലൊക്കെ കണ്ടില്ലേ, അതിലും MV അഗസ്റ്റയിലൊക്കെ കുറേ 675cc കുറേ വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെയിം ഒരു കപ്പാസിറ്റിയിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അവർ കൂടുതലും ഇലക്ട്രോണിക്സ് കയറ്റാനാണ് നോക്കിയേക്കുന്നത്. എഞ്ചിനൊക്കെ ഒക്കെ നോർമൽ എഞ്ചിനായിരിക്കും, പക്ഷേ ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിലാണ്, ഇലക്ട്രോണിക്സ് ലുക്കിലുമാണ് ഇവർ പിടിച്ചേക്കുന്നത്. മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം പ്രൈസിലാണ് പിടിച്ചേക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഹ്യൂജ് ഗ്യാപ്പാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രിക് കാസിൻ്റെയും ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ഇലക്ട്രിക് കാസിൻ്റെ നടുക്ക് ഒരു മുട്ടൻ ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇതേപോലത്തെ ഒരു മിഡിൽ വെയ്റ്റ് സ്പോർട്സ് ബൈക്കിലൊന്നും നമുക്കധികം ഓപ്ഷൻസ് ഇല്ല. അതായത് 650cc 650R CBR 650R പിന്നെന്താ ഡയറ്റോണ 660 അതേപോലത്തെ വണ്ടികളാണ് നമുക്കുള്ളത്. അപ്പം അതിൻ്റെ പ്രൈസിൻ്റെ പകുതി ആയിക്കോട്ടെ ഇത് പ്രൈസ് ചെയ്യാനിപ്പോൾ. അതായത് ഉറപ്പിച്ച് വെച്ചോ, ഇതേപോലത്തെ ഒരു CF മോട്ടോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രൈസിങ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ ആൾക്കാർ അറിയാലോ, പ്രൈസ് ഇപ്പം ഫ്രീ ആയിട്ട് കൊടുത്തതിന് അവർ അവിടെ ക്യൂ നിൽക്കും. അപ്പം അതേപോലത്തെ ഒരു സീനിൽ ഇപ്പോൾ അവർ പറയണേ 5 വർഷത്തേക്ക് ഫ്രീ വരണേന്നൊക്കെ പറയണല്ലോ. മച്ചു ഈ വണ്ടിയുടെയൊക്കെ സെയിൽസ് എന്നൊക്കെ പറഞ്ഞല്ലോ സ്കൈ റോക്കറ്റ് ആയിക്കോട്ടെ, കാര്യത്തിൽ പറയാലോ. അപ്പം അതേപോലത്തെ ഒരു ലുക്ക് ഹോളും കൂടി ഉള്ളതാണ് CF മോട്ടോന്. ഉടനെ ഇതേപോലത്തെ വണ്ടികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് CF മോട്ടോ ഒരു സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് മറ്റേ വണ്ടികൾക്ക് ഇറക്കിയത് ഞാൻ വിശ്വസിക്കേണ്ട. ഇതിൻ്റെ ഓഫ് റോഡ് മൾട്ടിപർപ്പസ് ടൂറിംഗ് ഓഫ് റോഡ് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, 450 ഉണ്ട്, 800 ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഉടനെ വരുന്ന മച്ചു വിശ്വസിക്കാനേ ഉള്ളത്. അതുകൊണ്ടാണ് ഈ കൗള് വെച്ചത് ഭയങ്കര അൺസേഫ് ആയിരിക്കോട്ടെ ബാക്കിലെ ആൾക്കാർ. അപ്പോൾ മച്ചു
ഇതാണ് റൈഡേഴ്സ് കോക്ക്പിറ്റ് വ്യൂ കേട്ടോ. അതായത് 5 ഇഞ്ചാണെന്ന് തോന്നുന്നുണ്ട്. ഒരു TFT ഒക്കെ കൊടുത്തിട്ടുണ്ട്, CF മോട്ടോ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ള കണ്ട മിക്ക കാര്യങ്ങളും എല്ലാം ഉണ്ട്. റൈഡിങ് മോഡ്സ് ഉണ്ടാകുന്ന എനിക്കറിയാൻ പോലെ. ഇത് ലെവൽ 2 ട്രാക്ഷൻ കൺട്രോൾ ഉള്ളൊരു ബൈക്കാണ്. അതായത് ഓഫാക്കാനും ഓണാക്കാനും പറ്റും. പിന്നെ ടയർ സെൻസർ ഇൻഡിക്കേറ്റേഴ്സൊക്കെ, ടയർ പ്രഷർ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ട്രിപ്പ് ഉണ്ട്, ബാറ്ററി, ഹീറ്റ്, അത്യാവശ്യം ബേസിക് ആയിട്ട് എനിക്ക് തോന്നിട്ടാ. അതായത് ഓക്കെ, തെറ്റ് പറയാനില്ല. സബൂറൊക്കെ ഉണ്ട്, വെറുതെ മേഡ ആംഗിളാണ്ടാ. അപ്പം വച്ചു ഇതേപോലത്തെ ഒരു ബൈക്ക് ഒരു 7-8 ലക്ഷം രൂപ ഓൺ റോഡ്, അത്ര നിങ്ങൾ പ്രതീക്ഷിച്ച് കോട്ട് ചെയ്ത് ഭാവിയിൽ CF മോട്ടോ വന്നിയാണെങ്കിൽ നിങ്ങൾ ഈ ബൈക്ക് ചൂസ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് കമൻ്റ് അടിക്കണ്ട. കാരണം ഇത് അത്രക്ക് വാല്യൂ ഫോർ മണി ആയിരിക്കും. അതായത് CF മോട്ടോ കുറച്ച് പ്രൊമോട്ട് ചെയ്യണം, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞേ ഇതേപോലത്തെ ഒരു സാധനമൊക്കെ വന്നതിനാ വെച്ചു നമ്മുടെ സാധാരണക്കാരുടെ SR ഇറങ്ങിക്കാനുണ്ടല്ല, വേറെ മൂടായിക്കോട്ടാ. അപ്പൊ ശരി, വേറെ വീഡിയോ കാണാൻ വെച്ചു. ബൈ ബൈ.